നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിന് തിരിതെളിഞ്ഞു. 4 ദിവസങ്ങളിലായി തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കുന്ന തുഞ്ചൻ ഉത്സവം പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ എസ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുതുവത്സര ദിനാഘോഷത്തിൽ ഗതാഗത നിയമലംഘനങ്ങൾ നടന്നത് ഏറ്റവും കൂടുതൽ തിരൂരിൽ. ജില്ലാ RTO ബി ഷെഫീഖിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പരിശോധന സംഘടിപ്പിച്ചത്. സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസനക്ഷേമ പഠന പരിപാടികൾക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ VR വിനോദ് ഭിന്നശേഷി കലാകാരനായ ജസ്ഫർ കോട്ടക്കുന്നിന്റെ വീട്ടിൽ നിർവഹിച്ചു. പുതുവത്സര ദിനത്തിൽ സ്കൂളിന് വായനപ്പുര നിർമ്മിച്ചു നൽകി NSS വളണ്ടിയർമാർ മാതൃകയായി. ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമാണ് വായനപ്പുര നിർമ്മിച്ചു നൽകിയത്. വൈബ് ഫോർ വെൽനസ് ഹെൽത്തി ലൈഫ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ADM ഇൻചാർജ് P സുരേഷ് നിർവഹിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ 2 ദിവസത്തെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ച് BRC തിരൂർ. തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP മുബാറക് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിന് തിരിതെളിഞ്ഞു. പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ S രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനുവരി 2 മുതൽ 6 വരെയാണ് തുഞ്ചൻ ഉത്സവം. ഇന്നു മുതൽ 4 ദിവസങ്ങളിലായി തിരൂർ തുഞ്ചൻപറമ്പിൽ നടക്കുന്ന തുഞ്ചനോത്സവം രാവിലെ പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ S രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. தொழில்நுட்பத்தால் இன்று வளர்ந்திருக்கக்கூடிய குற்றங்கள் தான். இந்த உலகிலேயே ஆபத்தான ஒரு பொருள் இருக்கிறது என்றால் அது உங்கள் கையில் வைத்திருக்கக்கூடிய செல்போன் தான். அது என்ன செய்கிறது என்று உங்களுக்கு தெரியாது. உங்களை யார் கண்காணிக்கிறார்கள் என்று தெரியாது. எங்கள் ஊருக்கு பக்கத்தில் ஒருவர் 70 வயதானவர், ஓய்வு பெற்ற ஆசிரியர். அவருக்கு ஒரு நாள் போன் வந்தது. அவர் ஃபோனில் யாரோ கேட்டார்கள் என்று அவர் வங்கி கணக்கில் இருக்கக்கூடிய எண்ணையும் அதுக்கு வரக்கூடிய பாஸ்வேர்டையும் சொல்லிட்டார். அவருடைய வங்கியில் இருந்த அத்தனை பணத்தையும் யாரோ ஒருவர் கட்டிட்டார். ஓய்வூதியத்தில் வாழ்ந்துட்டு இருக்கிற ஒரு ஆசிரியர், அவர் 70 வயதானவர். அவருக்கு புகார் கொடுக்க தெரியாது. அவர் போய் புகார் கொடுக்கிறார். காவல் அதிகாரி விசாரிச்சுட்டு சொல்றாரு, நைஜீரியாவிலிருந்து ஒருத்தன் திருடிட்டான். இவர் கேட்கிறார், நான் பார்க்காத மனிதனுக்கு என் மேலே என்ன? പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP നിർവഹിച്ചു. ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് MT വേദി എന്ന് പുനർനാമകരണം ചെയ്തതായുള്ള പ്രഖ്യാപനം K ജയകുമാർ നിർവഹിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA വിശിഷ്ടാതിഥിയായിരുന്നു. ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നിർമ്മിത ബുദ്ധിയിലെ ഭാഷയും സാഹിത്യവും എന്ന വിഷയത്തിൽ K ജയകുമാർ തുഞ്ചൻ സ്മാരക പ്രഭാഷണം നിർവഹിച്ചു. മുമ്പ് ഇവിടെ ചൊല്ലുമ്പോൾ ഈ പ്രണാമം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന ഭാഷാ പരമഗുരുവിന് മാത്രമായിരുന്നു. ഇപ്പോൾ ഈ വരികൾ നമ്മുടെ കാലഘട്ടത്തിൻ്റെ എഴുത്തച്ഛനായി മറഞ്ഞ MT എന്ന വാസുവേട്ടന് കൂടി ബാധകമാണ്. ഈ മണ്ണിലെ കാറ്റിലും വെളിച്ചത്തിലും പുല്ലിലും പുഴുവിലും പൂവിലും കല്ലിലും മുള്ളിലും തുഞ്ചത്താചാര്യൻ നിറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ MT വാസുദേവൻ നായരും നിറഞ്ഞിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയർപ്പും സ്വപ്നവും ചിലപ്പോഴൊക്കെ കണ്ണീർ തുള്ളിയും വീഴാത്ത ഒരു മൺതരി പോലും ഈ മണൽപ്പരപ്പിലില്ല.
മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന നടപടിയെ തുടർന്ന് ജില്ലയിലെ നിരത്തുകളിൽ കാര്യമായ അനിഷ്ടങ്ങളില്ലാതെ പുതുവത്സരാഘോഷം കടന്നുപോയത് ആശ്വാസകരമായി. ജില്ലാ RTO ബി ഷെഫീഖിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പുതുവത്സര ദിനത്തിൽ ശക്തമായ പരിശോധനകളുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തുണ്ടായിരുന്നു. മലപ്പുറം RTO ഓഫീസ്, നിലമ്പൂർ, പെരിന്തൽമണ്ണ, തിരൂരങ്ങാടി, പൊന്നാനി, തിരൂർ, കൊണ്ടോട്ടി തുടങ്ങി സബ് RTO ഓഫീസിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി പരിശോധന നടത്തി. ജില്ലയിലെ ദേശീയ സംസ്ഥാന പാതകൾക്ക് പുറമെ ഗ്രാമീണ മേഖലകൾ, വിനോദ കേന്ദ്രങ്ങൾ, പ്രധാന ടൗണുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ഡിസംബർ 31 വൈകിട്ട് 3 മണി മുതൽ ജനുവരി 1 പുലർച്ചെ 3 മണിവരെ പരിശോധനയും പെട്രോളിംഗുമായി ഉദ്യോഗസ്ഥർ കർമ്മസജ്ജരായി രംഗത്തുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതിനാൽ അഭ്യാസ പ്രകടനങ്ങളുമായി റോഡിലിറങ്ങാമെന്ന് കരുതിയിരുന്നവരെല്ലാം ഒരൽപ്പം ഒതുങ്ങിയിരുന്നു. മദ്യപിച്ചുള്ള വാഹനയാത്ര, മൊബൈൽ ഫോൺ ഉപയോഗം, അമിത വേഗത, ഇരുചക്രവാഹനങ്ങളിൽ 2-ലധികം ആളുകളെ കയറ്റൽ, സിഗ്നൽ ലംഘനം, രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ, അമിത ശബ്ദമുണ്ടാക്കുന്ന സൈലൻസർ മാറ്റിയ വാഹനങ്ങൾ, എയർ ഹോൺ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, മറ്റുള്ളവരുടെ ഡ്രൈവിങ്ങിന് ബാധിക്കുന്ന രീതിയിലുള്ള വിവിധ വർണ്ണലൈറ്റുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മുതലായവയുമായി റോഡിലിറങ്ങുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടത്തിയത്. പരിശോധനയിൽ 201 കേസുകളിലായി 4,14,750 രൂപ പിഴ ചുമത്തി. 2 കേസുകൾ കോടതിയിലേക്ക് കൈമാറി. പുതുവത്സര രാത്രിയിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് തീവ്ര ലൈറ്റുകളുടെ അപകട സാധ്യതയെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തി. വെട്ടം ന്യൂസ്, തിരൂർ. സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഭാവി വികസന പദ്ധതികൾക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയുന്നതിനുമായുള്ള സർക്കാരിന്റെ വികസനക്ഷേമ പരിപാടി നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പദ്ധതിക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ VR വിനോദ് ഭിന്നശേഷി കലാകാരനായ ജസ്ഫർ കോട്ടക്കുന്നിന്റെ വീട്ടിൽ നിർവഹിച്ചു. പദ്ധതിയുടെ ലഘുലേഖയും മുഖ്യമന്ത്രിയുടെ കത്തും ജില്ലാ കളക്ടർ ജസ്ഫറിന് കൈമാറി. ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ ഭവനങ്ങളിൽ നിന്നുമാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. സർക്കാർ നിയോഗിച്ച സന്നദ്ധ പ്രവർത്തകർ ഫെബ്രുവരി 28 വരെ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തും. ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ക്രോഡീകരിച്ചാണ് സർക്കാരിലേക്ക് എത്തിക്കുന്നത്. ജില്ലാ കളക്ടർ ചെയർമാനായും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൺവീനറുമായുള്ള ജില്ലാതല നിർവാഹക സമിതിയാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇതിനു പുറമെ മണ്ഡലതല സമിതിയും പഞ്ചായത്ത് തല സമിതിയും പ്രവർത്തനം ഏകോപിപ്പിക്കും. വികസന ക്ഷേമ പരിപാടിക്ക് സന്നദ്ധതയറിയിച്ച 10,024 കർമ്മസമിതി അംഗങ്ങളാണ് ജില്ലയിലെ ഓരോ ഭവനങ്ങളിലും എത്തുന്നത്. കോട്ടക്കുന്നിൽ നടന്ന ജില്ലാതല ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാതല കൺവീനറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുമായ K. മുഹമ്മദ്, ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ, ജില്ലാതല കർമ്മസമിതി അംഗങ്ങളായ കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ B. സുരേഷ് കുമാർ, K. ജയകുമാർ, VR പ്രമോദ്, മലപ്പുറം മണ്ഡലം ചാർജ് ഓഫീസർ K. മധുസൂദനൻ, ജില്ലാ ട്രഷറി ഓഫീസർ MK സ്മിജ, വാർഡ് കൗൺസിലർ നജ്മ B തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, മലപ്പുറം. പുതുവത്സര ദിനത്തിൽ സ്കൂളിന് വായനപ്പുര നിർമ്മിച്ചു നൽകി NSS വളണ്ടിയർമാർ മാതൃകയായി. ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമാണ് സപ്തദിന ക്യാമ്പിന് വേദിയായ തലക്കടത്തൂർ നോർത്ത് AMLP സ്കൂളിൽ വായനപ്പുര നിർമ്മിച്ചു നൽകി മാതൃകയായത്. സ്കൂൾ മുറ്റത്ത് നിലവിലുണ്ടായിരുന്ന ബദാം മരത്തിന് ചുറ്റും ഓലയും ഈന്തോലയും മുളയും കൊണ്ട് നിർമ്മിച്ച വായനപ്പുര എവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. സ്കൂൾ കുട്ടികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഈ പദ്ധതി ഏറ്റെടുത്ത് സമർപ്പിച്ച NSS ടീമിനെ എല്ലാവരും അഭിനന്ദിച്ചു. വായനപ്പുര ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT നാസർ ഉദ്ഘാടനം ചെയ്തു. ഒന്നാം വാർഡ് അംഗം യൂസുഫ് കല്ലേരി അധ്യക്ഷത വഹിച്ചു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഷൌക്കത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T. റഷീബ റഹീം, PT ഖദീജ, ചെറിയമണ്ടം ഹൈസ്കൂൾ PTA പ്രസിഡന്റ് AP പ്രഭാകരൻ, തലക്കടത്തൂർ നോർത്ത് AMLP സ്കൂൾ മാനേജർ പാട്ടത്തിൽ കുഞ്ഞുമുഹമ്മദ്, MA റഫീഖ്, യൂസഫ് ഹാജി പാട്ടത്തിൽ, ആഷിഖ് പള്ളിമാലിൽ, TA റഹീം, M. ബീരാൻകുട്ടി,
PP ജംഷീദ, പ്രോഗ്രാം ഓഫീസർ S വിജയ, O സൈദാലി, നാസർ മാസ്റ്റർ, CP സാദത്ത് റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു. NSS വളണ്ടിയർ ലീഡർമാരായ ലെന ഷാഹുൽ, മുഹമ്മദ് മിൻഹാജ്, മുഹമ്മദ് മുഹസിൻ എന്നിവർ നേതൃത്വം നൽകി. സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി വൈവിധ്യങ്ങളായ മാതൃകാ പരിപാടികളും പ്രവർത്തനങ്ങളും കുട്ടികൾ നാടിന് സമർപ്പിക്കുകയുണ്ടായി. വെട്ടം ന്യൂസ്, തിരൂർ. ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കുന്നതിനായി ജീവിതത്തിൽ പാലിക്കേണ്ട ആരോഗ്യശീലങ്ങളായ ശരിയായ വ്യായാമം, ഭക്ഷണം, ഉറക്കം, ലഹരിവർജനം, മാനസിക ഉല്ലാസം തുടങ്ങിയവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ശീലിക്കുന്നതിനും വേണ്ടി ആരോഗ്യവകുപ്പിൻ്റെയും കായിക വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച വൈ ഫോർ വെൽനസ് ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ADM ഇൻചാർജ് P സുരേഷ് നിർവഹിച്ചു. ഈറ്റ് വെൽ, ആക്ട്, സ്ലീപ്പ് കെയർ വെൽ എന്നീ സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ച് പുതുതലമുറയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുകയാണ് ഈ ക്യാമ്പയിൻ്റെ ലക്ഷ്യം. പരിപാടിയിൽ ജീവനക്കാർക്കുള്ള വാർഷിക ആരോഗ്യ പരിശോധന ഫോർമാറ്റ് ADM ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK ജയന്തിക്ക് നൽകി പ്രകാശനം ചെയ്തു. ആയുർവേദ വിഭാഗം ഡോക്ടർ റോയ് ജോസഫ് വെബ് ഫോർ വെൽനസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡെപ്യൂട്ടി DMO ഷിബുലാലിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്ക് സൂംബ പരിശീലനവും ഹോമിയോ വിഭാഗം DMO ഡോക്ടർ ഹന്ന യാസ്മിന്റെ നേതൃത്വത്തിൽ ബലൂൺ പറത്തലും സംഘടിപ്പിച്ചു. Walk and walk. Good. Tap out, guys. 4 and 3. ആർദ്രം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണയും സംഘവും ചേർന്ന് ആരോഗ്യഗാനം ആലപിച്ചു. NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ്, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ KP സാദിഖലി, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, മലപ്പുറം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ 2 ദിവസത്തെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ച് BRC തിരൂർ. തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP മുബാറക് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി BRC തിരൂരിന്റെ നേതൃത്വത്തിൽ GLPS BP അങ്ങാടിയിൽ വെച്ച് 2025 ഡിസംബർ 30-31 തീയതികളിലായി 2 ദിവസത്തെ സഹവാസ ക്യാമ്പ് വിജയകരമായി സംഘടിപ്പിച്ചു. കുട്ടികളുടെ സാമൂഹിക, മാനസിക, ശാരീരിക, സൃഷ്ടിപരമായ കഴിവുകൾ വികസിപ്പിക്കുക എന്നതായിരുന്നു ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം. തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP മുബാറക് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രവി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയത് AO ബാബുരാജ് മാഷായിരുന്നു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് മെമ്പർ രമേശൻ, HM ഫോറം കൺവീനർ ഫൈസൽ മാസ്റ്റർ, GLPS BP അങ്ങാടി പ്രധാനാധ്യാപിക ഷീല ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. BPC E സുശീൽ കുമാർ സ്വാഗതവും ക്ലസ്റ്റർ കോർഡിനേറ്റർ KC ദിവ്യ നന്ദിയും രേഖപ്പെടുത്തി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, CRCC കോർഡിനേറ്റർമാർ, രക്ഷിതാക്കൾ എന്നിവർ ക്യാമ്പിൽ സജീവമായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വെട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.